ഈ ഒരു വർക്കുമായിട്ട് കസ്റ്റമർ എന്നെ 1 മന്ത് ബിഫോർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈം നല്ല തിരക്കായതുകൊണ്ട് ആൾക്ക് ഞാനൊരു ഡേറ്റ് കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെന്നെ സെക്കൻഡ് ടൈം കണക്ട് ചെയ്യുന്നത് 14th ആൾക്ക് മാരേജ് വരുന്നത് 19th 20th. ആളോട് ഞാൻ അത്രയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വർക്ക് എങ്ങനെ എടുക്കാനാവില്ല, ലാസ്റ്റ് ടൈം ആയില്ലേ, ടൈമില്ല. പക്ഷെ ആൾ അത്രയും റിക്വസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ കൺഫേം ചെയ്ത് ഓർഡർ ആയിരുന്നത്. പക്ഷേ ഫൈനൽ ഔട്ട്കം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എടുത്തത് എന്തായാലും നന്നായി എന്ന് തോന്നിയിട്ടാ. കട്ട് വർക്ക് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്ര ഹെവി ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത്. വർക്ക് ആഡ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി ആഡ് ചെയ്യണമെന്ന് തോന്നിയിട്ട് വീണ്ടും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. ആളുടെ ബ്രദറിൻ്റെ മാരേജിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗൗണ്. ആൾ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അടിപൊളിയാക്കി തരണേന്ന്. അതിനിടയിലാണ് ആളെന്നോട് പറഞ്ഞത് എനിക്ക് സ്റ്റിഫ്നെറ്റിൻ്റെ അണ്ടർ സ്കേർട്ടും കൂടി വേണമെന്ന്. അങ്ങനെ അതും കൂടി ചെയ്ത് കേട്ടോ. ആദ്യം ഞാൻ സ്കേർട്ടാണ് ചെയ്തത്, അതിനുശേഷമാണ് ഞാൻ ഗൗണിൻ്റെ വർക്കിലേക്ക് കടന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ഗൗണിൻ്റെ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. നൈറ്റ് ആകുമ്പോഴത്തേക്കും ആൾ ട്രയൽ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ എക്സൈറ്റ്മെൻറ്റ് കാണേണ്ടതായിരുന്നു. ശരിക്കും എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റാത്തത് ഭയങ്കര മിസ്സായിട്ട് തോന്നി. ആൾ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു, പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നു അത്രയും ഇഷ്ടമായി, നല്ല ഇഷ്ടമായി, നല്ല ഇഷ്ടമായി എന്ന്. അതെന്തായാലും എടുക്കാത്തത് നല്ല മിസ്സായിപ്പോയി. ആളുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ആളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റിവ്യൂ ആയിരുന്നു പറഞ്ഞത്. ഡ്രസ്സ് ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു.